ഹലോ, ഇത് കണ്ണൂരിലെ മുത്തപ്പൻ എന്ന് കേട്ടിട്ടില്ലേ? ആ ഒരിടത്തിലാണ് നമ്മളും പോകുന്നത്. പക്ഷേ കണ്ണൂരല്ല, ഇത് ബാംഗ്ലൂരാണെന്ന് മാത്രം. എല്ലാ വർഷവും 2 ദിവസം ഇങ്ങനെ ഒരു സെറ്റ് ഇടാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അത് കാണാൻ വേണ്ടി പോയതാണ്. നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാം, എല്ലാം നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഒരുപാട് കളിപ്പാട്ടത്തിൻ്റെ കടകളും ഒരുപാട് ഇതൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന മെഷീനാണ്. പിന്നെ ഒരുപാട് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളടുത്ത് ഊണ് കഴിക്കാനാണ് ഇരുന്നത്. ഈ കാണുന്നതെല്ലാം എൻ്റെ യൂട്യൂബിലൊന്ന് തല കാണിക്കണമെന്ന് വിചാരിച്ച ഒരുപാട് ആകാംക്ഷയോടെ ഇരിക്കുന്നവരാണ്. അവരെന്നും ഞാൻ പരാജയപ്പെടുത്തിയില്ല. ഫുഡൊക്കെ എത്തി. നല്ല നാടൻ ചോറും സാമ്പാറും അവിയലും എല്ലാം ഉണ്ടായിരുന്നു. നല്ല തൃപ്തിയോടെ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്ന് സംസാരിച്ച് എല്ലാവരും ഒന്ന് കാണാൻ പറ്റി. മലയാളികളെല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, എല്ലാവരും മലയാളികളായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് കുറച്ച് ഫോട്ടോകളും ഒക്കെ എടുത്തു. ഒരുപാട് മേളകളായിരുന്നു കൂടുതലും. അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഭീമ ജ്വല്ലറിയിലെ ഇതിൽ 2 കുറിയും അങ്ങ് അതിൻ്റെ ഒരു ടോക്കണും അതിലോട്ട് ഇട്ടു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി. തിരക്കെന്ന് പറഞ്ഞാലും പോലെ ഭയങ്കര തിരക്കായിരുന്നു. മുത്തപ്പൻ്റെ വെള്ളാട്ടവും എല്ലാം കാണാനുള്ള തിരക്കുകളാണ് ആൾക്കാർക്ക്. പക്ഷേ ഞങ്ങൾക്ക് കൊണ്ട് ഫ്രണ്ടിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല, അത്രയും തിരക്കായിരുന്നു. എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ട് കോൺ ഐസ്ക്രീം വാങ്ങിയിട്ട് ഈ കുഞ്ഞു കുട്ടികളെ പോലെ ഒലിപ്പിച്ച് കഴിക്കുന്നതാണ് ഇവളുടെ ഒരു അവസ്ഥ. പിന്നെ ഞങ്ങൾ കഴിച്ചത് പഴംപൊരിയായിരുന്നു. നല്ല ചൂട് പഴംപൊരി, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഗോലി സോഡ. ഒരു സൈഡിൽ മുത്തപ്പൻ്റെ പ്രോഗ്രാമും വേറൊരു സൈഡിൽ ഗാനമേളയും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ ജനങ്ങൾ ഫുള്ള് മലയാളീസ്. ഈ ബാംഗ്ലൂരിലുള്ള മലയാളീസ് ഏറെക്കുറെ പേരും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് 10,000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ തന്നെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൈ കഴുകാനായിരുന്നാലും ഫുഡ് വയ്ക്കുന്നിടത്തായിരുന്നാലും എല്ലാം നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫുഡ് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും പോയി ഒരു പ്രാവശ്യം കൂടെ ചോറ് വാങ്ങി കഴിച്ചു. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിച്ചത് ഉച്ചയ്ക്കായിരുന്നു. പിന്നെ ഈ വിളമ്പാൻ നിൽക്കുന്നതെല്ലാം നല്ല മലയാളി വനിതകൾ സെറ്റ് സാരിയെല്ലാം ഉടുത്ത് അടിപൊളി, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറും കഴിച്ചിട്ട് പിന്നെ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാനും കയറി. നല്ല ചൂട് ചായയും പിന്നെ കടല വേവിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രം പോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നെ നമ്മളതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരിക്കൽ കൂടെ വെളിയിൽ വന്നു. സ്റ്റോളുകളെല്ലാം ഒന്നുകൂടെ നല്ല രീതിക്ക് തന്നെ കയറി ഇറങ്ങി നോക്കി, എല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് പിന്നെ സന്ധ്യയായി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് കരുതി. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. പക്ഷേ നല്ല ഡെക്കറേഷനായിരുന്നു, അടിപൊളി, പറയാതിരിക്കാനേ വയ്യ. ഇത് വർഷം 2 ദിവസം ഇവിടെ ബാംഗ്ലൂർ ഇവിടെ ഉള്ളതാണ്. ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും കണ്ണൂർ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ തന്നെ നിന്ന് കാണാനുള്ള ഈ ഒരു ഭാഗ്യം ഒരുക്കിയ എല്ലാവർക്കും നന്ദി മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഞങ്ങളും തിരിച്ച് വീട്ടിലെത്തി.